കേരള സ്വാദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുറുക്കാണ്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്ക കൊണ്ട് ഒരു മുറുക്ക് ഉണ്ടാക്കുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുറുക്കാണ്. ചക്ക കൊണ്ട് ഒരു മുറുക്ക്. ഇത് ചക്കച്ചുളയാണ്. ഇത് 10 ചുള കാണും. 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് എള്ള്, ആവശ്യത്തിന് ഉപ്പ് വേണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കണം. അതും കൂടി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക നല്ലതുപോലെ വേവിച്ച് അരച്ചു കൊണ്ടുവരണം. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അരച്ചെടുക്കാം. ചക്ക അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കളറില്ലാത്ത ചക്കയാണ്. ഇത് പഴുത്താലും ഇതിന് കളറൊക്കെ കാണത്തുള്ളൂ. നല്ല വിളഞ്ഞ ചക്കയാണ്. അതിന് കളറില്ല. നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് മിക്സ് ചെയ്യും. ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, എള്ള്, ഉപ്പ്. ഞാനൊരു കാര്യം മറന്നുപോയി, 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. അതിനകത്തോട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക നല്ലതുപോലെ വേവിച്ച് അരച്ചെടുത്തതാണ്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് നല്ല ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഇനി നല്ലതുപോലെ നമുക്കിത് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നുണ്ടെങ്കിൽ ചക്ക കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചക്കയും കൂടെ വേവിച്ച് അരച്ചെടുക്കണം. അരിപ്പൊടി കുറവാണെങ്കിൽ ചക്ക കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല മയത്തിൽ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇടിയറളിനകത്തോട്ട് കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് പാനിനകത്തോട്ട് വേണമെങ്കിൽ ചുറ്റിയെടുക്കാം. അത് നമ്മൾ മുറിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് ചുറ്റിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുകയാണ്. ഒരു പ്ലേറ്റിനകത്ത് ശകല എണ്ണ തടവണം. അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിനകത്ത് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി വറുത്തെടുക്കാം. എരിയും ഉപ്പുമൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര അളവ് വേണമെങ്കിലും അത്രയും നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഒരു അളവ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് ചക്ക വേവിച്ചെടുത്തിട്ട് അതനുസരിച്ച് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് അളവൊന്നുമില്ലല്ലോ. തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്തിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചിട്ടെടുത്ത് മുറിച്ചെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന്. തിരിച്ചിട്ട് കൊടുക്കാം. മൂത്തിട്ടുണ്ട്. നമുക്കതെടുക്കാം.
ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുറുക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ചക്ക വേവിക്കേണ്ട താമസമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം മൂത്തിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. മുറുക്കെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിയും ഉപ്പും ഒക്കെ ചേർക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുറുക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.